ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ മീഷോന്ന് വളരെ കുറഞ്ഞ പൈസക്ക് വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു ഡിഷ് വാഷ് ബോക്സ് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ്. ഇത് വാങ്ങിക്കുന്നതിന് മുമ്പ് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ജോലി കുറച്ചും കൂടെ കൂടുതൽ ടൈം എടുക്കേണ്ടി വരുമോ, കാരണം ഇങ്ങനത്തെ ഒരു ബോക്സൊക്കെ ആകുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ആ ഒരു ലിക്വിഡൊക്കെ എത്രത്തോളം സ്ക്രബ്ബറിലേക്ക് എത്തും എന്നൊക്കെ ഉള്ളത്. ഞാൻ ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്ത ഉടനെയാണ് ഇത് നന്നായിട്ടൊന്ന് കഴുകി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചിട്ട് ഈ അടപ്പൊക്കെ വെച്ചിട്ട് ഇത് എത്രത്തോളം വർക്കാവുമെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇങ്ങനെ ഒരു മൂടിയൊക്കെ ഉള്ള ബോക്സ് ആയതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഓപ്പൺ പാത്രത്തിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ സ്ക്രബ്ബർ വെച്ച് പാത്രങ്ങൾ ഉരയ്ക്കുന്നു, വീണ്ടും കൊണ്ടുപോയിട്ട് ആ പാത്രത്തിൽ ഡിപ്പ് ചെയ്യുന്നു, പിന്നെ എടുത്തിട്ട് ഉരയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ പാത്രത്തിലുള്ള അയക്ക് നമ്മുടെ ഈ ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ലിക്വിഡ് ഒഴിച്ചിട്ടുള്ള ഈ ഒരു പാത്രത്തിലും കൂടെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ഓപ്പൺ ഡിഷ് വാഷ് ബോക്സിലും കൂടെ വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ ഒരു ക്ലോസ്ഡ് ബോക്സ് ആകുമ്പം നമ്മൾ ഈ ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്ന ഈ ഒരു പോർഷൻ എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഗുണം, ഒരു മെയിൻ അട്രാക്ഷൻ അതാണ്. നമ്മുടെ ആദ്യത്തെ ആ ഒരു രീതിയായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇത് കുറച്ചുകൂടെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാൻ സഹായിക്കും നമ്മുടെ കിച്ചൺ. എന്തായാലും നമുക്കിത് മൂടി നോക്കിയിട്ട് ഒന്ന് നോക്കാം എത്രത്തോളം ഇത് പ്രസ് ചെയ്യുമ്പോൾ വരുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ സ്ക്രബ്ബർ വെച്ചിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം, ഇപ്പം ഞാൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഈ പാത്രത്തിൻ്റെ താഴെ കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം നിറയെ വെള്ളം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ വരാൻ ചാൻസ് ഉണ്ടല്ലോ. ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഒന്ന് പിഴിഞ്ഞ് നോക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ, കാരണം ഞാൻ അത്രയും കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ. നമ്മൾ ബോക്സ് നിറച്ചെടുക്കുമ്പം എന്തായാലും സ്പീഡായിട്ട് വരുന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇത്രയും കുറച്ച് വെള്ളം എടുത്തിട്ട് പോലും ഇത്ര നന്നായിട്ട് പത വരുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാം. ആകെ ഉണ്ടായിരുന്നൊരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ ആ ഒരു പാത്രം കഴുകുന്ന സമയത്ത് കുറച്ച് കൂടുതൽ സമയം എടുക്കേണ്ടി വരുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇത്രയും കുറച്ച് ലിക്വിഡും വെള്ളവും ചേർത്തിട്ട് പോലും പെട്ടെന്ന് തന്നെ നല്ലോണം പതഞ്ഞ് വരുന്നുണ്ട്. ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു സോപ്പ് ഹോൾഡർ, ഡിഷ് വാഷ് ഹോൾഡറിൽ സ്റ്റാൻഡിൽ ഇത് കറക്റ്റായിട്ട് വെക്കാനും പറ്റുന്നുണ്ട്. ആ സ്റ്റാൻഡ് അത്യാവശ്യം നല്ല വീതിയുള്ളൊരു സ്റ്റാൻഡായിരുന്നു. ഇതിൻ്റെ കൂടെ ഞാനിങ്ങനെ ഒരു കിച്ചൺ മാറ്റ് കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വെക്കാൻ പറ്റുന്ന നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് വെള്ളം വലിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് തുടച്ചെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇനിയിപ്പം കുറച്ച് കൂടുതൽ വെള്ളമായി നമ്മളിങ്ങനെ തുടച്ചു കൊടുക്കുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ അത് ആ ഒരു മാറ്റിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇതിൻ്റെ കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നൊരു ബാഗാണ്. ഇതെല്ലാം വാങ്ങിച്ചിട്ടുള്ളത് മീഷോന്നാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ബാഗ് വാങ്ങിച്ചിട്ടുള്ളത് 152 റുപ്പീസിനാണ്. ആ ഒരു എമൗണ്ട് വെച്ച് നോക്കുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അപ്പം ഈ ഒരു വീഡിയോൻ്റെ കൂടെ ഈ ഒരു ബാഗും കൂടെ കാണിക്കുകയാണേ. നമുക്ക് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഇതധികം ഡിസൈനൊന്നും ഇല്ലാത്തൊരു സിമ്പിൾ ബാഗാണ്. ബ്ലാക്ക് കളറാണ്. ഇതിൻ്റെ 3 കളേഴ്സ് അവൈലബിൾ ആയിരുന്നു. ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ബ്ലാക്കാണ്. ബാഗിൻ്റെ ഫ്രണ്ടിലൊന്നും പ്രത്യേകിച്ച് ഒരു ഡിസൈനും ഇല്ല. ഹാൻഡിൽ ഇങ്ങനെ ഒരു ചെറിയ ഡിസൈൻ വരുന്നുണ്ട്. ഒറ്റ സിബ്ബേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിൽ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് വെയിറ്റൊന്നും ചിലപ്പം പറ്റുന്നുണ്ടാവില്ല. സ്റ്റിച്ച് ചെയ്തുള്ളൊരു മോഡലായതുകൊണ്ട് ചിലപ്പോൾ അത് സ്റ്റിച്ചിങ് വിടാനൊക്കെ ചാൻസ് ഉണ്ടാവും. എന്തായാലും ആ ഒരു എമൗണ്ടിന് നല്ല വർത്തായിട്ടുള്ളൊരു സാധനം തന്നെയാണ്. വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഇതേപോലത്തെ ഷോർട്ട് വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഡു സപ്പോർട്ട് മീ.